ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റെസിപ്പീസ് വേൾഡ്. എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു വറുത്തരച്ച മീൻകറിയുടെ റെസിപ്പിയും കൂടാതെ ലഞ്ചിലേക്കുള്ള ഒരു ഫുൾ മെനു ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, നമ്മുടെ റെസിപ്പീസ് വേൾഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. കൂടത്തെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വറുത്തരച്ച മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഞാനൊരു 1/2 kg ഫിഷാണ് എടുത്തിരിക്കുന്നത്. കേര മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വറുത്തരക്കാൻ വേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങൾ: ഒരു കപ്പ് തേങ്ങ ചിരകിയത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതല്ല, അങ്ങനെ തന്നെയുള്ളതാണ്, ഒരു ടീസ്പൂൺ കറിവേപ്പില, ഒരു 5-6 ചുവന്നുള്ളി, ഒരു 5-6 വെളുത്തുള്ളി. ഇത്രയുമാണ് നമുക്ക് വറുത്തരയ്ക്കാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ നല്ലപോലെ മൂത്ത് വിളഞ്ഞ് തേങ്ങ എടുക്കാൻ ശ്രമിക്കുക. കരിക്കായിട്ടുള്ള തേങ്ങ എടുക്കുകയാണെങ്കിൽ വറുത്തരച്ച് കറി വെക്കാൻ നേരത്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വിളഞ്ഞ തേങ്ങ നോക്കി മാക്സിമം വറുത്തരച്ച കറികളിൽ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ, കുരുമുളക്, ചുവന്നുള്ളി, കറിവേപ്പില, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ നല്ലതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ ഒരു ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ രീതിയിൽ ഫ്ലെയിം ആക്കി വെക്കാം. അപ്പോൾ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ വറുത്തരച്ച കറിയുടെ കളർ കിട്ടണമെങ്കിൽ നമ്മൾ തേങ്ങ നല്ലപോലെ ബ്രൗൺ കളറാക്കി വറുത്തെടുത്താലേ നമുക്ക് ആ കളർ കിട്ടുള്ളൂ. നമ്മൾ ക്ഷമയില്ലാതെ പെട്ടെന്ന് ഫ്ലെയിം അധികമാക്കി വെച്ച് കറുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി മോശമായി പോകും. അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാലകൾ: 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്. ഇത്രയുമാണ് നമ്മളിതിൽ ചേർക്കുന്ന മസാലപ്പൊടികൾ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് പച്ചമണം മാറുന്നവരെ വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളർ ആവുന്നവരെ ഇതൊന്ന് വറുത്തെടുക്കണം. തേങ്ങയും മസാലകളും എല്ലാം നല്ല രീതിയിൽ നമുക്കിവിടെ വറുത്തെടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആദ്യം തന്നെ നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് ഈ മസാല ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. 2-3 പച്ചമുളക് കീറിയത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുടംപുളി ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാറ്റാം. കുടംപുളി ചേർത്താണ് നമ്മൾ മീൻകറി വെക്കുന്നത്. അതിനുശേഷം നമ്മുടെ തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുടംപുളി നേരത്തെ തന്നെ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ആ വെള്ളത്തെപ്പാട് തന്നെ നമുക്ക് കുടംപുളി ഈ തേങ്ങ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഈ സമയത്ത് നമുക്ക് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ നല്ലതുപോലെ വെട്ടിത്തിളച്ച് വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്നുണ്ട്. കളറെല്ലാം മാറി വറുത്തരച്ച മീൻകറിയുടെ കളറായി വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിനി ഇതൊന്ന് വറുത്തിടാം. അതിന് ഒരു ചെറിയ സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണയിലേക്കാണ് ഉലുവ പൊട്ടിക്കുന്നത്. ഒരു 5-6 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കണം വെളിച്ചെണ്ണയിൽ. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറും കൂടി കിട്ടും.
അപ്പോൾ നമ്മുടെ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. ഇത് തലേ ദിവസമൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണിത്. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഫിഷ് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് ചെട്ടിനാട് സ്റ്റൈലിൽ പൊരിച്ച ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ തൊട്ട് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക. അപ്പോൾ സിംഗിളായിട്ടാണ് ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ ആ റെസിപ്പി ഒന്ന് കണ്ടു നോക്കുക. ഇനി നമ്മൾ ചോറിൻ്റെ അടുത്ത് സൈഡ് ഡിഷായിട്ട് ചെയ്യുന്നത് സദ്യ സ്റ്റൈലിൽ ഒരു ക്യാബേജ് തോരനാണ്. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് സദ്യ സ്റ്റൈല് ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ നേരത്ത് അധികം വേവിച്ച് അതിൻ്റെ ടേസ്റ്റ് കളയരുത്. അപ്പോൾ അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ക്യാബേജ് തോരൻ വേറൊരു ടേസ്റ്റായി പോവും. അതിനുശേഷം നമുക്കൊന്ന് കടുക് വറുത്തിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ ഉഴുന്ന് ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ സ്പൂൺ ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാബേജും കൂടി ചേർത്ത് ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി ചേർത്ത് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ക്യാബേജ് തോരൻ റെഡിയാവുന്നതാണ്. വെന്ത് കുഴഞ്ഞു പോയാൽ ക്യാബേജ് തോരൻ്റെ ടേസ്റ്റ് മാറും. അധികം വെന്ത് കുഴയാതെ എടുക്കുക. അങ്ങനെ നമ്മുടെ ലഞ്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. ലഞ്ചിനുള്ള കറികളെല്ലാം റെഡിയായി. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. കുത്തിരിച്ചോറാണ് റെഡിയാക്കിയിരിക്കുന്നത്. ക്യാബേജ് തോരൻ, മീൻകറി, ഫിഷ് ഫ്രൈ, മാങ്ങച്ചാർ, നല്ല പുളിയുള്ള മാങ്ങച്ചാറാണ്. അത് ഉടനെ തന്നെ ഞാൻ അതിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്ത ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ബീഫ് ഫ്രൈയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം. വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രം റെസിപ്പീസ് വേൾഡ്. താങ്ക് യു.